ഐക്ക് ജെൻഡർ ബയസ് ഉണ്ടോ? ഓഫ് കോഴ്സ് യെസ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, പ്രത്യേകിച്ച് ChatGPT പോലുള്ള ടൂൾസ് ന്യൂട്രൽ ആണ്, ഒബ്ജക്റ്റീവ് ആണ്, അൺബയസ്ഡ് ആണ് എന്നൊരു ഇമേജാണ് പലർക്കും ഉള്ളത്. പക്ഷേ റിസർച്ച് തെളിയിക്കുന്നത് അതല്ല. AI ഒരിക്കലും ഇൻഡിപെൻഡൻ്റ് ആയല്ല ചിന്തിക്കുന്നത്. ഇറ്റ് ലേൺസ് ഫ്രം അസ്. സോ മനുഷ്യരുടെ ഉള്ളിലെ ഇനീക്വാലിറ്റീസും അത് ഇൻഹെറിറ്റ് ചെയ്യുന്നുണ്ട്. സയൻസ് ഡയറക്ടർ ടൈലർ ആൻഡ് ഫ്രാൻസിസ് പോലുള്ള റിസർച്ച് പ്ലാറ്റ്ഫോമുകളിൽ വന്ന സ്റ്റഡീസിലെ ജെൻഡർ സ്റ്റീരിയോ ടൈപ്സ് റെപ്ലിക്കേറ്റ് ചെയ്യുന്ന ചില എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഒന്ന്, AI കുട്ടികളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് എഴുതാൻ പറഞ്ഞപ്പോൾ ബോയ്സിനെ സയൻസ്, ടെക്നോളജി, ലീഡർഷിപ്പ് റോൾസിലേക്കും പെൺകുട്ടികളെ കെയർ ഗിവിംഗ് റോൾസിലേക്കുമാണ് AI കൂടുതൽ കണക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഇന്ന് അറൌണ്ട് 500 ടോപ്പ് MNCs ഇൻ ദ വേൾഡ് AI ബേസ്ഡ് റിക്രൂട്ട്മെന്റ്സ് ആണ് നടത്തുന്നത്. സോ ഈ ഹയറിംഗ് രംഗത്ത് നടന്ന ചില എക്സ്പെരിമെന്റ്സ് അതിലും ഗൗരവമുള്ളതാണ്. ഒരേ ക്വാളിഫിക്കേഷൻ, ഒരേ എക്സ്പീരിയൻസ് ഒക്കെയുള്ള ഐഡന്റിക്കൽ CV-കൾ, പേര് മാത്രം വ്യത്യാസം, ഒന്നിൽ മെയിലിന്റെ പേര്, മറ്റൊന്നിൽ ഫീമെയിലിന്റെ പേര്. ബട്ട് AI ഓഫൻ പ്രിഫേർഡ് ദ മെയിൽ കാൻഡിഡേറ്റ്. ഇനി റെക്കമെൻഡേഷൻ ലെറ്റേഴ്സ് നോക്കിയാലോ, മെയിൽസിനായി ജനറേറ്റ് ചെയ്യുന്ന ലെറ്റേഴ്സിൽ അവരുടെ അച്ചീവ്മെന്റ്സ്, കോമ്പിറ്റൻസ് ഒക്കെയാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. മറിച്ച് ഫീമെയിൽസിൻ്റെ ഇതിൽ കൈൻഡ്നെസ്, സപ്പോർട്ടീവ്നെസ് പോലുള്ള പേഴ്സണൽ ട്രേറ്റ്സ് ആണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. നൗ ലെറ്റ്സ് പോസ് ഫോർ എ മൊമെന്റ്. ശരിക്കും ഇതാണോ റിയാലിറ്റി? ഓർ സാമൂഹികമായി കണ്ടീഷൻഡ് ആയ ചിന്താഗതിയുടെ ഒരു റിഫ്ലക്ഷൻ തന്നെയല്ലേ ശരിക്കും ഇതും? When AI reflects this pattern, it's not freshly creating the bias, it is just mirroring the society itself. ഇനി എവറിഡേ പ്രോംപ്റ്റ്സിലും നമുക്കിത് സട്ടിലായി കാണാൻ പറ്റും. AI CEO ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു നോക്കൂ. AI ഡിഫോൾട്ട് ആയിട്ട് മെയിൽ ഫിഗേഴ്സിനെയാണ് ഇമാജിൻ ചെയ്യുന്നത്. ഇനി അതേസമയം ആസ്ക് അബൌട്ട് എ നഴ്സ് ഓർ സെക്രട്ടറി ആൻഡ് ഇറ്റ് ലീഡ്സ് ടു ഫീമെയിൽ. മുൻപ് പറഞ്ഞ പോലെ ഇതൊരു റാൻഡം ഒന്നുമല്ല, ഇത് സൊസൈറ്റിയുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ എക്കോ ആണ്. അപ്പൊ ചോദ്യം AI ബയസ്ഡ് ആണോ എന്നതല്ല, ഇത് നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നത് കൂടിയാണ്. മിറ്റിഗേഷൻ എഫേർട്സ് ഉണ്ട്. ഡെവലപ്പേഴ്സ് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് പോലുള്ള ടെക്നിക്സ് ഒക്കെ ഉപയോഗിച്ച് ഹാംഫുൾ ഔട്ട്പുട്ട്സിനെ കുറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. ചിലപ്പോൾ സിസ്റ്റംസ് തന്നെ വിമനെ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്ത് ബാലൻസ് ചെയ്യാൻ ഡെലിബറേറ്റ്ലി ഓവർ കറക്റ്റ് ചെയ്യുന്നുണ്ടെന്നും പറയുന്നു. അങ്ങനെ പലതും. പക്ഷെ ഇതെല്ലാം കറക്ഷൻസ് ആണ്, ക്യൂർ അല്ല. കാരണം റൂട്ട് പ്രോബ്ലം ആക്ച്വലി മെഷീൻ അല്ല, ഡേറ്റയിലാണ്. ആൻഡ് ദ ഡേറ്റ ഈസ് അസ്. അതുകൊണ്ട് തന്നെ നമുക്ക് അൺബയസ്ഡ് AI വേണമെങ്കിൽ അൺബയസ്ഡ് സൊസൈറ്റി വേണം, ബെറ്റർ റെപ്രസെന്റേഷൻ വേണം, കോൺഷ്യസ് ഡേറ്റ ക്രിയേഷൻ വേണം, ക്രിട്ടിക്കൽ തിങ്കിങ് ഉള്ള യൂസേഴ്സ് വേണം. Because AI is not just a tool, it's a mirror. And what we see in it depends on what we choose to change in ourselves. But yeah, to be honest, society is nowhere near it.